ഹലോ, കുറേ നാൾക്ക് ശേഷം നമ്മളിതാ കുറച്ച് അയില വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. വാങ്ങിക്കാത്തതിൻ്റെ കാരണം വേറെ ഒന്നല്ല, ഒരിക്കൽ വാങ്ങിച്ചപ്പോൾ ഫുഡ് ഇൻഫെക്ഷൻ കിട്ടി, നല്ല പണി കിട്ടിയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ അയില വാങ്ങിക്കേണ്ടായത് കേട്ടോ. ഇന്നിപ്പോൾ ദേ കുറേ നാൾക്ക് ശേഷം നല്ല അയില കണ്ടപ്പോൾ വാങ്ങിക്കാൻ തോന്നി. കറി വെച്ച് കഴിഞ്ഞ് കഴിക്കാനൊരു പേടിയുണ്ട്, ഫ്രൈ ആക്കി കഴിക്കുമ്പോൾ അങ്ങനെ വലിയ പ്രശ്നം തോന്നാറില്ല കേട്ടോ. അപ്പോൾ ദേ നല്ല വണ്ടക്കൻ അയില കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ വലിഞ്ഞീനൊക്കെ ഉണ്ടെന്ന് തോന്നും, വലിഞ്ഞീനുണ്ടാവണം. അപ്പോൾ ദേ നമുക്ക് നന്നാക്കാം. പിന്നെ ദേ ഇവിടെ ഇന്നലത്തെ മീൻ കറി ഇരിക്കുന്നുണ്ട്. മഴയ്ക്ക് തുടങ്ങിയപ്പോൾ പാടത്തുനിന്ന് പിടിച്ചതാട്ടാ. മറ്റേ എന്തെന്നാ പറയുക, നമ്മൾ പിടിക്കാറില്ലേ ഇടയ്ക്ക് ചൂണ്ടയിട്ടിട്ട്, പിലോപ്പി കടുവൊക്കെ അങ്ങനത്തെ ആട്ടാ. ഞാനത് കഴിക്കില്ല കേട്ടോ, പാടത്തുനിന്ന് പിടിക്കുന്ന മീനൊന്നും. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഞാനും കുഞ്ഞാറ്റും സുടും കഴിക്കാറില്ല, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അയില വാങ്ങിച്ചതാണ്. ഞങ്ങൾ ഇത്രയും ദിവസം വീട്ടിലായിരുന്നല്ലോ. അപ്പോൾ വീട്ടിൽ നിന്ന് പോകുന്ന വഴിക്ക് ഇവിടെ വേറെ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് എന്നാൽ ഇഷ്ടമുള്ള മീൻ വാങ്ങിച്ചോളാം പറഞ്ഞപ്പോൾ അയില അങ്ങനെ വാങ്ങിച്ചു. അങ്ങനെ തേങ്ങാപ്പാൽ വെച്ച് കറി വയ്ക്കാൻ മടിയുള്ള കാരണം എന്താ വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം കത്തി വെച്ച് മീൻ കട്ടാക്കുന്നേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം കത്രിക വെച്ച് ഇതേപോലെ ചെയ്യാനാട്ടാ. പിന്നെ കത്തി കൊണ്ട് ചെയ്യാൻ അറിയുന്നേക്കാളും കത്രിക വെച്ച് കട്ട് ചെയ്യാനായിട്ടാണ് എനിക്ക് ഈ വക മീനുകളൊക്കെ കൂടുതലായിട്ട് അറിയാം. കത്തിക്കാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് വേണ്ട കാര്യം 10 മിനിറ്റ് എടുക്കും. പിന്നെ പലിഞ്ഞീനല്ല, അത് നെയ്യാന്ന് തോന്നുന്നുണ്ടാ. കണ്ട ഇതേപോലെ കേട്ടോ. ഞാൻ എനിക്ക് തലയൊന്നും അങ്ങനെ ഇഷ്ടമല്ല. അയലത്തല എന്താ പറയുക, അളിയനും കൊടുക്കില്ല എന്നൊരു ചൊല്ലൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ എനിക്കങ്ങനെ അയലത്തല ഇഷ്ടമൊന്നുമില്ല കേട്ടോ. ഇവിടെ അയലത്തല കഴിക്കാനായിട്ട് ഒരാളവിടെ ഇരിക്കുന്നത് കണ്ടോ, മ്യാവും മ്യാവും എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ മിട്ടുകൂട്ടനാട്ടാ. മീൻ കൊണ്ട് നന്നാക്കാൻ തുടങ്ങി അവൾ മ്യാവും മ്യാവും എന്ന് പറഞ്ഞു. പക്ഷേ എന്താ പറയുക, തിണ്ണേമയ്ക്ക് കയറി വരെ അടുക്കളയുടെ അങ്ങനെയൊന്നുമില്ല, ആളവിടെ ഇരുന്നോളും. അപ്പോൾ ആദ്യത്തെ തന്നെ അവൾക്ക് ഞാൻ ഇട്ട് കൊടുക്കല്ലാതെ അപ്പുറത്തുനിന്ന് ഒരാൾ ചാടി വന്നു. അപ്പുറത്തെ വീട്ടിലെ പട്ടിയാട്ടാ. പക്ഷേ ഞാൻ നിൽക്കുന്നതുകൊണ്ടാണോ എന്താണോ എന്നറിയില്ല, അവൾ മണപ്പിച്ച് അങ്ങനെ പേടിച്ച് മാറി നിന്നു കേട്ടോ. അങ്ങനെ അതിനെ ഞാൻ ഉടുപ്പിച്ചിട്ട് മിട്ടുവിൻ്റെ അടുത്ത്, മിട്ടു എന്നാ കഴിച്ചോ എന്ന് പറയാം. മിട്ടു പ്രഗ്നൻ്റ് ആട്ടോ. അപ്പോൾ മിട്ടു മണപ്പിച്ച് നിൽക്കുക. അയലെന്താ അത്ര പൊട്ടയാണോ മീൻസ് അത്രയും വല്ല മരുന്നും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണോ വരുന്നത്, കേടാവാണ്ടിരിക്കാനൊക്കെ. ഇപ്പം ഐസിലാണല്ലോ മരുന്നൊക്കെ ഇട്ട് വെച്ച് വരുന്നത്. പിന്നെ ഞാൻ നോക്കുമ്പോൾ അവൾ തല എടുത്തില്ല, അതിൻ്റെ വേറെന്തോ വേസ്റ്റാണ് എടുത്തിട്ട് പോയത്. അവളങ്ങനെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. എന്താവട്ടെ, നമുക്ക് എന്തായാലും വേറെ കറി വയ്ക്കാനൊന്നും ഇല്ലാത്ത കാരണം ഇത് വെച്ചല്ലേ പറ്റൂ. ഞാൻ പോവാം, എനിക്ക് ഞാൻ അവൾ വേണമെങ്കിൽ കഴിക്കട്ടെ ചൂണ്ടി കാണിച്ചിങ്ങോട്ട് പോകുന്നു കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാത്തിനും നമുക്ക് ഇതേപോലെ നന്നാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ടാക്കാനും മറക്കരുതേ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീൻ ഏതാണെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേ കേട്ടോ. പിന്നെ ഞാൻ നന്നാക്കി തുടങ്ങുമ്പോൾ വന്നുടാ അതിൻ്റെ ഉള്ളിൽ നിന്ന് പലിഞ്ഞീൻ. ഇവിടെ പലിഞ്ഞീനുണ്ടെങ്കിൽ രണ്ടാളും വയറ് നിറച്ച് ചോറുണ്ടോളൂ കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് പലിഞ്ഞീൻ. വെറുതെ കഴിക്കാനാണ് കൂടുതലായിട്ടും ഫ്രൈ കഴിക്കുമ്പോൾ വരാം. പക്ഷേ ഞാൻ ഒളിപ്പിച്ച് വയ്ക്കും, അതെങ്കിലും കൂട്ടിയിട്ട് ചോറ് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഒട്ടുമിക്കേൻ്റെ ഉള്ളിലും പലിഞ്ഞീനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മീനൊക്കെ വെട്ടിക്കഴിഞ്ഞ് ഞാൻ അതിൻ്റെ തലയൊക്കെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ അവർ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇട്ട് മാത്രമല്ല, വേറെ 3-4 പൂച്ചകളൊക്കെ ഉണ്ട്, അവരും കഴിച്ചോട്ടെ എന്ന് കരുതി അപ്പുറത്തെ പറമ്പിൻ്റെ അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കല്ലുപ്പിട്ട് നന്നായി ഇതിനെ അലമ്പിയെടുക്കുക. കല്ലുപ്പിട്ട് അലമ്പുമ്പോൾ അതിന്മേലത്തെ അഴുക്കൊക്കെ നന്നായി പോയി വൃത്തിയാവട്ടെ. അതിന് വേണ്ടിയിട്ടാണ് കല്ലുപ്പിട്ട് അലമ്പുന്നത് കേട്ടോ. നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ, കണ്ട. പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ കറുത്ത സാധനമല്ലേ മീൻ്റെ ഉള്ളിലത്തെ, അതൊക്കെ ഞാനിങ്ങനെ കൈകൊണ്ട് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ. നമ്മൾ വീട്ടിൽ കാരണം ഇങ്ങനെയൊക്കെ ചെയ്യും. കടക്കാരൊക്കെ എങ്ങനെയായിരിക്കില്ല കഴുകി വൃത്തിയാക്കി എടുക്കണ്ടാവുക, ദൈവത്തിന് അറിയാലേ. കണ്ട അതിൻ്റെ തല വെട്ടി മാറ്റേൻ്റെ അവിടുത്തെയും കുടലൊക്കെ പോയതിൻ്റെ അവിടുത്തെ ഒരു കറുപ്പ സാധനം ഉണ്ട്. അതെല്ലാത്തിനും ഞാൻ ഓരോന്നായിട്ട് എടുത്ത് ഇങ്ങനെ കൈകൊണ്ട് നുള്ളി കളയൂട്ടാ. പിന്നെ നമ്മുടെ മീനെ ഞാൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. കണ്ട പളപളാ മീനിന്ന്. ഇനി കറി വെക്കാനായിട്ടുള്ളത് നമുക്ക് ചെറുതാക്കി കട്ടാക്കി എടുക്കാം കേട്ടോ.
ഇപ്പം എനിക്കുണ്ടല്ലോ ആദ്യമൊക്കെ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മീൻകറിയായിരുന്നു ഭയങ്കര ഇഷ്ടം. ഇപ്പം അതിനേക്കാളും ഇങ്ങനെ മിളക് ചാറിൽ വറ്റിച്ചെടുക്കുന്നതാട്ടോ ഭയങ്കരമായിട്ട് താല്പര്യം. ഫുഡും ആട്ടോ വീഡിയോ എടുത്തിരുന്നത്. പിന്നെ മീനൊക്കെ ഞാൻ ഇത് കറി വയ്ക്കാനുള്ളതാട്ടോ നുറുക്കി മാറ്റി വെച്ചേക്കുന്നത്. ബാക്കിയുള്ളത് ഇതേ നമ്മൾ ഫ്രൈ ആക്കാനും വെച്ചിട്ടുണ്ട്. പിന്നെ നോക്കി നല്ല നാട്ടുമാങ്ങ വീട്ടിൽ നിന്ന് വന്നപ്പോൾ അവിടെ റോഡിൽ വീണിറക്കുന്നുണ്ടപ്പോൾ പറക്കിയെടുത്ത് കൊണ്ടുവന്നതാട്ടാ. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാമേ. അപ്പോൾ അതേ ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടുകാട്ടാ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ തൃശ്ശൂർ സൈഡിലൊന്നും കടുക് മുലുമയൊന്നും ആരും യൂസ് ചെയ്യാറില്ലല്ലോ. പക്ഷേ ഞാനൊരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്ത് നോക്കി പിന്നെ ഞാനിങ്ങനെയേ ചെയ്യാറ് കേട്ടോ. പിന്നെ കടുക് കൂട്ടി വന്നപ്പോൾ അതിലേക്ക് 2-3 മണി ഉലുവയും അതേപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നും നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. പിന്നെ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറിക്ക് നല്ല കളർ കിട്ടാനായിട്ട് ഒരു ഐഡിയ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുന്നേ. പിന്നെ അതൊന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കറിക്ക് കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിലർ തക്കാളിയൊക്കെ അരച്ച് ചേർക്കും, പക്ഷേ ഞാനിതിൽ തക്കാളിയൊന്നും അരച്ച് ചേർക്കുന്നില്ല. അതേമാതിരി ചിലർ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുന്നത് കാണാം. പക്ഷെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു തനത് ടേസ്റ്റ് അങ്ങോട്ട് പോകും കേട്ടോ. തക്കാളിയൊന്നും ഒഴിക്കാണ്ട് കറിയുടെ ആ ഒരു രുചി കിട്ടാൻ കുറച്ച് അത്രയും നല്ല കട്ടിയില്ലെങ്കിലും കുറച്ച് ഗ്രേവി ആയിട്ടാണ് ഇതിങ്ങനെ ഇന്ന് വെച്ച് ഇന്നലെ കഴിക്കുന്നേക്കാൾ നല്ലത് നാളെയും മറ്റന്നാളൊക്കെ ചൂടാക്കി കഴിക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടാട്ടോ. പിന്നെ നമ്മൾ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കാശ്മീരി ചില്ലി ആയി കാരണം ഞാൻ ലാവിഷായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓവറായിട്ട് എരിവ് ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ എരിവ് ഇത്തിരി മുന്നേക്ക് വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് നമ്മൾ സാധാരണ മുളക് പൊടി ഇല്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാമേ. ഇനി ഇത് മൂത്ത് വന്നപ്പോൾ കുറച്ച് കുടപ്പുളി ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാട്ടോ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുടപ്പുളി വെള്ളം ഈ ഗ്രേവി നന്നായി വറ്റി ഡ്രൈ ആയിട്ട് വരണേ. അതുവരെ വരട്ടിയെടുക്കുക. അപ്പോഴാണ് ഈ നമ്മുടെ കറിക്ക് നല്ലൊരു കളറ് കിട്ടുള്ളൂ കേട്ടോ. ഇത് നന്നായി വരട്ടുമ്പോൾ ഒരു നല്ലൊരു കളറ് വരും, ഞാൻ കാണിച്ചു തരാം. പിന്നെ അതിനിടയിൽ നമ്മൾ സൈഡിൽ കൂടെ മീൻ വറുക്കാനായിട്ട് നുറുക്കി മസാല തേച്ച് വെക്കുന്നുണ്ട്. വേറെ ഒന്നുമില്ല, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടി അതേപോലെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പെരുംജീരകവും വേപ്പിലയും കൂടി അത്രേ ഉള്ളൂ. ഉപ്പും ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോഴേക്കും നമ്മുടെ ഇത് വറ്റി വന്നു. ഇതൊന്നും കൂടി നമ്മളിങ്ങനെ വരട്ടി എടുക്കുമ്പോൾ ഇതിൻ്റെ കളറൊരു നല്ലൊരു എന്താ പറയുക മെറൂണ് പോലത്തെ കളറില്ലേ, ഡാർക്കായിട്ട് നല്ലൊരു ഇരുണ്ട കളറ് വരും കേട്ടോ. മെറൂണല്ല. ഇതിപ്പോൾ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് സമയമില്ലാത്ത കാരണം ഞാൻ അത്രയും റോസ്റ്റാക്കാൻ നിൽക്കുന്നില്ല കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതിനിടയിൽ ഞാൻ വേഗം ചെയ്യുന്നതാട്ടോ. ലേറ്റായി, വൈകുന്നേരമായി. ഇനി നമ്മുടെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുളി കുറവ് തോന്നാന്നുണ്ടെങ്കിൽ ഈ വെള്ളം മാത്രം ചേർക്കണതിന് പകരം ഇപ്പം നമ്മൾ തിളപ്പിച്ച് വെച്ചില്ലേ അതിൽ നിന്നൊരു കഷ്ണം പുളിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഗ്രേവി തിളച്ച് വന്നപ്പോൾ നമ്മളതിലേക്ക് നുറുക്കി വെച്ച മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും കൂടി നമുക്ക് അടച്ച് വെച്ചൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം കേട്ടോ. നല്ല കളറായിരിക്കേ. ഇതിങ്ങനെ ചട്ടിയിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരു 4-5 ദിവസമൊക്കെ അത് കേടാവാണ്ട് ഇങ്ങനെ ഇരിക്കും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ അപ്പോഴേക്കും ഞാൻ അപ്പുറത്തെ സൈഡിൽ പലിഞ്ഞീന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. പലിഞ്ഞീന് പെട്ടെന്ന് തന്നെ ആവുമല്ലോ.
പിന്നെ ഇതാ അതിനിടയിൽ നമ്മുടെ കറി നന്നായി തിളച്ചതേ വറ്റി വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ വൈകുന്നേരത്തേക്ക് ഞാൻ കാണിച്ചു തന്നല്ലോ, വേറെ കറിയുള്ള കാരണം ഞങ്ങൾ എടുക്കുന്നില്ല കേട്ടോ. പിന്നെ അതേ ഒന്നും കൂടി തിളക്കട്ടെ എന്നിട്ട് അവിടെ വെച്ചു. അതിനിടയിൽ ഞാൻ എന്താ മീൻ വറുക്കാനും വെക്കുന്നുണ്ട്. മല്ലിമീനൊക്കെ ഫ്രൈ ആയപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കണ്ടു കഴിഞ്ഞാൽ രണ്ടാളപ്പോൾ തന്നെ വെറുതെ ഇരുന്ന് കഴിക്കും. ഇനി അതങ്ങനെ തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ മാറ്റി വയ്ക്കും. ആഹാ, കരണ്ടും പോയി. നമ്മളെന്ത് നന്നായി ചെയ്യാൻ നല്ല പരിപാടി അവിടെ അവതരിപ്പിക്കുന്നു, അപ്പോഴൊക്കെ ഇതാണല്ലോ അവസ്ഥ. എൻ്റെ ദൈവമേ, ഒരു എമർജൻസി പോലും ഇല്ല. എമർജൻസി ഉണ്ടായിരുന്നു, അത് കേടായിട്ടാ. അതാ നമ്മൾ ഫോണിൻ്റെ ലൈറ്റിലാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ഇനി നാളെ കാലത്തും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കും. അപ്പോൾ ഒന്നും കൂടി ഇത് വറ്റി വരും കേട്ടോ. ഈ ഒരു തരത്തിലാകുമ്പോൾ ഞാനിത് ഓഫാക്കും കേട്ടോ. വേണ്ട, നല്ല ഇരുട്ടാ, എല്ലായിടത്തും പോയിട്ടുണ്ട് കരണ്ട്. ഇനി മീനൊക്കെ ഫ്രൈ ആയി വരട്ടെ. അങ്ങനെതാ നമ്മുടെ മീൻ കറിയൊക്കെ വറ്റി. ഇത് പിറ്റേ ദിവസം കേട്ടോ ഞാൻ എടുക്കുന്നത്, അന്നത്തെ ദിവസം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതേ കറിയുടെ കളറൊക്കെ നോക്കി, ശരിക്കും നമ്മൾ വീഡിയോയിൽ കാണുന്നേക്കാളും ഒന്നും കൂടി നല്ല ഡാർക്ക് കളറാട്ടോ കറിക്ക്. നല്ല ടേസ്റ്റാണ് ഇന്നത്തേക്ക് കഴിക്കാനായിട്ട്. ആ ഗ്രേവിത്തെ മസാലയൊക്കെ മീനിലേക്ക് പിടിച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടാ. അപ്പോൾ ഒരു പ്രാവശ്യം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കാം.